children, welcome to my channel LK Lester Maths Class. ഇന്ന് നമ്മൾ എക്സസൈസ് 5.3 തേർഡ് സെക്ഷനാണ് കേട്ടോ. ഇൻ ആൻ AP അതിനകത്ത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. D equal to 5, S9 equal to 75, find A and AN. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? S9 ആണ്. സം ഓഫ് 9 ടേംസ് 75 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത് വെച്ച് വേണം നമ്മൾക്കത് ചെയ്യാൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ടേം കാണണം, ദെൻ AN നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, nth ടേമിൽ ആ ടേം ഏതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കൊടുക്കാം? S9 ഈക്വൽ ടു ഏതാ നമുക്ക് തന്നിട്ടുള്ളത്? കണ്ടോ, നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാലോ, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, S9ൻ്റെ സ്ഥാനത്ത് S9 നമുക്ക് തന്നിട്ടുണ്ടല്ലോ ടോട്ടൽ. അപ്പോൾ എത്രയാണത്? 75. ഓക്കെ, ദെൻ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? സം ഓഫ് 9 ടേംസ് ആണ് 75. സോ n എന്ന് പറയുന്നത് നമുക്ക് 9 എടുത്തൂടെ? സോ 9/2. ക്ലിയർ ആയല്ലോ? ഇൻറ്റു 2a പ്ലസ് n എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും 9-1 ഇൻറ്റു 5. ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട് 5. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ S9ൻ്റെ സ്ഥാനത്ത് നമ്മൾ 75 ഇട്ടു. n എന്ന് പറയുന്നത് സം ഓഫ് 9 ടേംസ് ആണ്. സോ n-ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? 9 എഴുതുക. 2a നമുക്ക് അറിയില്ല, a ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ a എഴുതി. ദെൻ ഇവിടെ n-1 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് ടേംസ് എത്രയാണ് പറഞ്ഞിട്ടുള്ള? n എന്ന് പറയുന്നത് നമുക്ക് 9 ആയിട്ടാണ് എടുക്കേണ്ടത്. സോ 9 - 5 ഡിഫറൻസ് തന്നിട്ടുണ്ട് 5. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ 9/2 നമുക്ക് ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്തെടുക്കാം. സോ 75 ഇതെന്താവും? ഇപ്പുറത്തേക്ക് ഡിവിഷൻ അല്ലേ? സോ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു ആവും അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. റെസിപ്രോക്കൽ എഴുതുമ്പോൾ എന്തായി? 2/9 ആയി. ബാക്കി നമുക്ക് എന്താ ഉള്ളത് ഇവിടെ? 2a ദെൻ പ്ലസ് നോക്കിയേ, ഇവിടെ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 9 - 1 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 5. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്തെഴുതാം? 75 ഇൻറ്റു 2/9 ഈക്വൽ ടു 2a പ്ലസ് 40. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുമല്ലോ. 3യും 3യും ആയിട്ടല്ലേ? 3 ഇതിനകത്ത് 3 ടൈംസ് പോകും. 3 ഇതിനകത്ത് എത്ര ടൈംസ് ആയിരിക്കും പോകുന്നത്? 25 ടൈംസ് പോകും. അപ്പോൾ 25 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 50 കിട്ടില്ലേ? അപ്പോൾ 50/3 ആയിരിക്കും ഇവിടെ കിട്ടുക. ഇവിടെ എന്താണ്? 2a പ്ലസ് 40. റൈറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 40നെ നമുക്ക് ഇപ്പുറേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസ് 40ആണ്. അത് ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? -30 ആയിട്ട് മാറും. അപ്പോൾ 50/3 - 40 ഈക്വൽ ടു 2a ഇങ്ങനെ വരും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒന്നിൽ ക്രോസ് ചെയ്യാം, അതല്ലെങ്കിൽ LCM അല്ലേ? LCM ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കുമല്ലോ. അപ്പോൾ ആ 3 ഒന്നല്ലെങ്കിൽ 3 കൊണ്ട് 40യെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ക്രോസ് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ 1 ഉണ്ടെന്നാണ് കരുതുന്നത്. സോ 3 ആണ് LCM. അതുകൊണ്ട് ഇവിടെയും ഇൻറ്റു 3 ഇട്ട് കൊടുക്കുക, ഇവിടെയും ഇൻറ്റു 3 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 50 മൈനസ് 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. പിന്നെ ഒരു 0യും കൂടി. അപ്പോൾ അത് കിട്ടി. ഇപ്പോൾ ഇവിടെയും 1 ഇൻറ്റു 3 3 ആയി. ഇവിടെയും 3. ഇപ്പോൾ ഡിനോമിനേറ്റീവ്സ് നമ്മൾ ഈക്വലൈസ് ചെയ്തില്ലേ? അപ്പോൾ ഒറ്റൊരു 3 കൊടുത്താൽ പോരെ? ഈക്വൽ ടു 2a. ക്ലിയർ? ഇനി എന്താണ്? 120 50 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും 70 കിട്ടും. വെറും 70 ആണോ? അല്ല അല്ലേ? 120 ആണ് വലിയ നമ്പർ. അതിൻ്റെ മുന്നിൽ മൈനസ് ഉണ്ട്. സോ ഇവിടെയും മൈനസ് ഇട്ട് കൊടുക്കുക. ക്ലിയർ? സോ /3 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? 2a കിട്ടി. നമുക്കൊന്ന് തിരിച്ചെഴുതാമല്ലോ. 2a ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് -70/3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി എനെ മാത്രമായിട്ട് എടുക്കാം. ഇത് നോക്കിയാൽ a ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? -70/3. ഇവിടെ 2 ഇൻറ്റു a എന്നാണ് മീനിങ് വരിക. സോ ഇൻറ്റു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? ഡിവിഷനായി ഉണ്ടോ? /2 ആയി. ഇങ്ങനെ നമുക്കിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മളിവിടെ എഴുതും. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം a ഈക്വൽ ടു -17/3. ഇതെന്തായി മാറി? ഡിവിഷൻ ഇൻറ്റു ആയിട്ട് മാറി. ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ എന്തായി? 1/2 ആയി. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? a ഈക്വൽ ടു എന്ത് കിട്ടും? -70/3 2s അല്ലേ? 3 2s എത്ര കിട്ടുക? 6 കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിത് രണ്ടും കട്ടായി പോകില്ലേ?
-70/6 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 3 പോകുമല്ലോ, 3 ഇതിൽ എന്താണ് 6 ടൈംസ് അല്ല, ഇവിടെ 3 2s 6 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുമെന്നറിയോ? അതായത് 2 പോകും, രണ്ടിലും പോകും. 2 ഇതിൽ എത്ര ടൈംസാണ് പോവുക? 3 ടൈംസ് പോകും. 2 ഇതിനകത്ത് എത്ര ടൈംസാണ് പോവുക? 35 ടൈംസ് ആയിരിക്കും പോകുന്നത്. സോ -35/3 ആണ് നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? എ ആണ് കിട്ടിയത്. കണ്ടോ? എ = -35/3 കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ഇതാണ് ചെയ്യേണ്ടത് അല്ലേ? A9. കണ്ടോ? അതായത് AN എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറയുന്നത് 9 അല്ലേ? സം ഓഫ് 9 ടേംസ് ആണ് ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ AN കാണാൻ പറയുമ്പം നമ്മൾ കാണേണ്ടത് ഏതായിരിക്കും? A9 അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ A9 കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് Aനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് Aയുടെ ആൻസർ ഇവിടെ കിട്ടിയിട്ടില്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? കണ്ടോ? A = -35/3. നമുക്ക് ബാക്കി ചെയ്യാം. ഇതെവിടെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇവിടെ AN എന്ന് പറയുന്നത് എത്രയായിരിക്കും? A9 ആയിരിക്കും നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം A9 = എന്തെഴുതണം? A + 8D. 8D എവിടെ നിന്നാണ് കിട്ടിയത്? A + n-1 × D അല്ലേ? അപ്പോൾ ഇവിടെ എന്തെഴുതണം? A + ഈ N എന്ന് പറയുന്നത് എന്താണ്? 9 - 1 × D. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ചെയ്യുമ്പോൾ 9 - 1 എന്ന് പറയുന്നത് A, ഇത് A ആണ്. 9 - 1 എന്ന് പറയുന്നത് 8, പിന്നെ D. അപ്പോൾ എന്താ? ഓക്കെ ആയല്ലോ. ഇത് A9 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? A + 8D എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ A നമുക്കിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. എന്തായിരുന്നു ആൻസർ? -35/3 + 8D എന്നാണ്. D നമുക്കറിയാം. സോ 8 × 5. D 5 ആയിരുന്നു അല്ലേ? അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. കണ്ടോ? D 5 തന്നിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്താ ചെയ്യും? -35/3 + 8D എന്ന് പറയുമ്പോൾ 8 × 5. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ എടുത്തെഴുതാം? ഒന്നും കൂടി -35/3 + 40. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? നേരെ അങ്ങ് ക്രോസ് ചെയ്ത് പോവാം അല്ലേ? ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ -35/3 + 120 അല്ലേ? ഒറ്റയടിക്ക് ഒറ്റ ലൈൻ വരച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ -35ഉം എന്താണ്? +120യുമാണ്. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവും പോസിറ്റീവും കൂടി വന്നാൽ സബ്ട്രാക്റ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 85 കിട്ടും. /3 ചെയ്യും. കണ്ടോ? ഇനി ഇതിനകത്ത് ഇതിപ്പോൾ എങ്ങനെയാണ്? നമുക്കിതിപ്പോൾ കട്ട് ചെയ്തൊന്നും നമുക്ക് പോകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നമ്മൾക്ക് 2 ആൻസറും കിട്ടിയില്ലേ? ഇപ്പോൾ A9 എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് കേട്ടോ. സോ A9 = what? 85/3. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം A കണ്ടെത്തി. A ആദ്യം നമ്മൾ കണ്ടെത്തി. Aയുടെ ആൻസർ എന്തായിരുന്നു? -35/3 ആയിരുന്നു. പിന്നെ AN കാണാൻ പറഞ്ഞു. AN എന്ന് പറഞ്ഞാൽ എന്താണത്? A9 ആണ്. സോ A9 എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 85/3. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. In an AP, A = 2, D = 8, then SN = 90, find N and A. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? N കണ്ടെത്തണം, then Aനും കണ്ടെത്തണം. നമുക്ക് SN തന്നിട്ടുണ്ടല്ലേ? അത് എത്രയോ ടേംസ് തമ്മിലുള്ള സമ്മാണ് ഇവിടെ തന്നിരിക്കുന്നത് 90 എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫോർമുല. SN ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഫോർമുല എഴുതാം. എന്താണ് നമ്മുടെ ഫോർമുല? SN = n/2 × 2A + n-1 × D. ഇതാണ് നമ്മുടെ ഫോർമുല. ഇതിനകത്ത് നമുക്ക് A ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ D എന്ന് പറയുന്നത് 8 തന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് എത്രയോ ടേംസ് അത് ഇവിടെ തന്നിട്ടുണ്ട് 90. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ N ഒക്കെയാണ്. അപ്പോൾ നമുക്ക് SNൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? ഇവിടെ 90 എഴുതാം. ഓക്കെ. = n/2 അങ്ങനെ തന്നെ എഴുതുക. ദെൻ 2A എന്ന് പറഞ്ഞാൽ 2 × A ആണ്. A ഇവിടെ തന്നിട്ടുണ്ടല്ലോ. സോ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇവിടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ +n-1 × D. D നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8. കണ്ടോ? D 8 തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക്
ഇത് ട്രാൻസ്പോസ് ചെയ്യുക. കണ്ടോ, ഈ 2നെ ഇപ്പുറേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഡിവിഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ വരുമ്പോൾ എന്താവും 90 × 2 ക്ലിയർ ഈക്വൽ ടു ബാക്കിയുള്ളത് n മാത്രമാണ്. ഇവിടെ ചെയ്യുമ്പോൾ എന്താ 2 2s are 4 പ്ലസ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8 × n ചെയ്യുക. കണ്ടോ, ഇതിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടി 8n. ഇങ്ങനെ ഇത് -1 × 8. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക -8. ക്ലിയർ ആയല്ലോ ഇത് വന്നത്. ചിലതിൽ ഇതുപോലെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ നമുക്കിവിടെ ഫോം ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക. ഇനി നോക്കിയാൽ 9 2s are എത്രയാണ് 180 ഈക്വൽ ടു ഇനി ഇത് നമുക്ക് ഈ n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? ഇത് n × 4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി 4n പ്ലസ് n × 8n അല്ലേ. n × 8n എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടിയത് 8n² കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി n × -8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക -8. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതേണ്ടത് ഇതാ ഈ 180നെ തന്നെ എടുത്തെഴുതുക. ഇതിനൊന്ന് കറക്റ്റ് ചെയ്തൊന്ന് എഴുതുക. അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എപ്പോഴും എന്താണ് ഈ സ്ക്വയർ പവർ 2 ആയിട്ട് അതിൽ ആദ്യം വരിക. അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഇവിടെ ആദ്യം എടുത്തെഴുതേണ്ടത് 8n². ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 8n ഉണ്ട്, ഇവിടെ 4n ഉണ്ട്. എന്നിൻ്റെ കോഫിഷ്യൻ്റ് 4ഉം ഇവിടുത്തെ എന്നിൻ്റെ കോഫിഷ്യൻ്റ് എന്താണ് 8 ആണ്. പിന്നെ ഇവിടെ -8ഉം ഇവിടെ +4 ആണ്. സോ അത് രണ്ടും കൂടി എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. -8ഉം +4 ആണ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി 8n² - 4n കിട്ടി. കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ 180നെ നമുക്ക് ഇപ്പുറത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായി മാറും 0 ആയി മാറില്ല. അപ്പോൾ നമുക്കതിനെ ഓർഡറായിട്ട് എഴുതാം. ഓക്കെ. സോ നമുക്ക് ആദ്യം എടുത്തിട്ട് 8n² ആദ്യം എഴുതാം. ദെൻ -4n എഴുതാം. ഇനി ഈ 180നെ നമുക്ക് കൊണ്ടുപോകണം. ഇപ്പുറേക്ക് കൊണ്ടുപോയപ്പോൾ ഇവിടെ +180 ആണ്. അതെന്തായിട്ട് മാറി -180 ആയിട്ട് മാറി. ബാക്കി ഇവിടെ ഒന്നുമില്ലല്ലോ 0 അല്ലേ. സോ ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുലയായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ വെച്ചാൽ ഇതിനെ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കി എടുക്കാം. ഇതെല്ലാത്തിലും പോകുന്ന എന്താണ് 4 പോകുമല്ലോ. സോ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 4 അല്ലേ. നമുക്കിവിടെ എഴുതിക്കാം കേട്ടോ. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 4. കണ്ടോ 4 കൊണ്ട് ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഇത് ചെറുതായിട്ട് വരും. ഓക്കെ. സോ 4ഉം കൊണ്ട് ഇതിനെ 4ഉം കൊണ്ട് കട്ട് ചെയ്താൽ എത്രയായിരിക്കും വരിക? കണ്ടോ ഈ 8n²നെ 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി 2n² കിട്ടി. അപ്പോൾ നമുക്കതെടുത്ത് എഴുതിക്കൂടെ 2n². പിന്നെന്താ മൈനസ് ഇതിനെ 4 കൊണ്ട് കട്ട് ചെയ്താൽ 4ഉം 4ഉം പോകുമല്ലോ. കണ്ടോ ഇത് 4n/4 ആണ്. 4ഉം 4ഉം പോയാൽ ബാക്കി എന്താ നമുക്കുള്ള വെറും n ആണ് -n ആണ്. ഇനി ഈ 180നെ 4 കൊണ്ട് കട്ട് ചെയ്താൽ എത്രയായിരിക്കും വരിക? നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ഇത് 4 4s are 16 വരും കേട്ടോ. ബാക്കി 4 ഇങ്ങോട്ട് വരും. അപ്പോൾ എത്ര കിട്ടും നമുക്ക് 2 വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 45 ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നത് എന്താണ് 45 ഈക്വൽ ടു 0. മനസ്സിലായല്ലോ അല്ലേ. 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 4 4s are 16. അപ്പോൾ 18ൽ 16 എടുത്തിട്ടുള്ളൂ. ബാക്കി 2 ഇല്ല. ആ 2 0നോട് ചേർത്ത് വയ്ക്കുമ്പോൾ എത്രയായി 20. സോ 4 5s are 20. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ എന്താണ് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന ആ മെത്തേഡാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. എന്നാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ എന്നിൻ്റെ മുന്നിൽ ആരുണ്ടെന്ന് അർത്ഥം ഒരു 1 ഉണ്ടല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യണം ഈ 2ഉം ഈ 45 ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി നമുക്കൊന്ന് ഇൻറ്റു ചെയ്യാം. സോ 45 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് 90 ആണല്ലോ. എന്ത് 90 ആയിരിക്കും വേണ്ടത് -90 ആയിരിക്കും വരിക. കാരണം -45 ആണ് +2 ആണ്. സോ -40. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ 2 നമ്പറുകൾ തമ്മിലെടുക്കുമ്പം ഒന്ന് 90യും കിട്ടണം. അതേ 2 നമ്പറുകൾ തമ്മിൽ അതായത് ഏതോ 2 നമ്പറുകളാണ് അല്ലേ. അത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് -90 കിട്ടണം. ഇതേ നമ്പറുകൾ തമ്മിൽ പ്ലസ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടണം ഈ കിടക്കുന്ന n അതായത് 1 കിട്ടണം. എന്നിൻ്റെ മുന്നിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഈ 90യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് എടുത്തൂടെ 10 × 9 എന്ന് എടുത്തൂലേ. ഇപ്പോൾ 10 × 9 എന്ന് പറഞ്ഞാൽ എന്താ 90 ആണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്
90 വേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ നോക്കേണ്ടത്, എന്നെന്ന് പറയുന്ന എൻ്റെ മുന്നിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. അവിടെയും എന്താ, നെഗറ്റീവാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിത് തമ്മിൽ ആഡ് ചെയ്യണം. മീൻസ് നമുക്ക് എന്താണ്, ഇവിടെ ആയിരിക്കും നെഗറ്റീവ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ -10 × 9 നമുക്ക് -90 കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ -10ഉം ദെൻ +9 കൂടെ വന്നാൽ നമുക്കിത് സബ്ട്രാക്ട് ചെയ്യാൻ പാടില്ലേ. -10ൽ നിന്ന് 9 കണ്ടോ, -10ഉം +9ഉം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, വലിയതിൻ്റെ സൈൻ വരും. ഇപ്പോൾ ഇവിടെ -1 കിട്ടി. അപ്പോൾ ഇതല്ലേ നമുക്ക് എടുക്കാൻ പറ്റിയത്. ഓക്കെ, സോ നമുക്കിതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഈ കാണിച്ചത്. നന്നായിട്ട് പഠിച്ചോളുക. അപ്പോൾ നമുക്ക് എന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്കിതിവിടെ എഴുതാം. എനിക്ക് 2n², then ഇവിടെ എന്ത് കൊടുക്കാം, -10n അല്ലേ. ഇതിന് നമുക്ക് n കൊടുക്കണം കേട്ടോ. ഇവിടെ കൊടുക്കുമ്പോൾ എന്നുകൾ കൊടുക്കണം. ഇതിൽ വരുമ്പോൾ ഈ 1ൻ്റെ എടുക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ n കൊടുക്കാം. സോ എന്താ, 10n + 9n, then എന്ത് കൊടുക്കാം, -45 = 0. ക്ലിയർ ആയല്ലോ നന്നായിട്ട്. ഇനി എന്താ വെച്ചാൽ നമുക്കത് ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുക, ഇതിനെ മറ്റൊരു ഗ്രൂപ്പായിട്ട് എടുക്കുക. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ഇതിൽ കോമൺ ആയിട്ട് വരുന്നതിനെ പിടിച്ച് പുറത്തേക്ക് ഇടുക. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയ 2n² ഇവിടെ n ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്തായിരിക്കും വരുന്നത്, ഇപ്പോൾ 2n² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × n × n ആണെന്ന് നമുക്കറിയാം. ക്ലിയർ ആയല്ലോ. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, അത് 10 × n ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, 2 ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയാൻ നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും, നമുക്ക് 2 × 5 × n എന്ന് എടുത്തൂടെ. അപ്പോൾ എത്ര കിട്ടുന്നത്, 10n തന്നെയല്ലേ കിട്ടുക. അപ്പം നമുക്ക് എന്തൊക്കെ എടുക്കാം ഇവിടെ. ഓക്കെ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നത് ആരാണ്, ഒരു n വന്നിട്ടുണ്ട്. ഇതാ നോക്കിയേ, ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു 2 വന്നിട്ടുണ്ട്. അതായത് 2 × 5 × n ആണ് ഇവിടെ എടുത്തേക്കുന്നത്. 10ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എടുത്തേക്കുന്നത്, 2 × 5 × n ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒന്നുകൂടെ എഴുതണോ, 2 × 5 × n. അപ്പോൾ ഇവിടെ 2 വന്നിട്ടുണ്ട്, ഇതിലും 2 വന്നിട്ടുണ്ട്, ഇതിലും n ഉണ്ട്, ഇവിടെയും ഒരു n ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2n-നെയാണ് 2 × n. അപ്പോൾ അതിനെ നമുക്ക് പുറത്തിടാം, 2n എടുക്കാം. പിന്നെ ബാക്കി വന്നിരിക്കുന്നത് എന്താണ്, n ഉണ്ട് ഇവിടെ. ഇനി മൈനസ് സൈൻ കൊടുക്കുക. ഇവിടെ ബാക്കി വന്നിരിക്കുന്ന 5ഉം ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി അതേപോലെ ഇതിലും എന്തായിരിക്കും വരിക, നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ n-5 ആണെങ്കിൽ ഇവിടെയും n-5 തന്നെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് 9 × n ആണ് അല്ലേ. 9 × n, ഇവിടെയോ 9 × 5 ആണ് ഇവിടെ വരിക. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്, 9 അല്ലേ. കണ്ടോ, 9n എന്ന് പറഞ്ഞാൽ എന്താണ്, 9 × n ആണ്. ഈ 45 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 9 × 5 ആണ്. സോ രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആൾ 9 ആണ്. ഇനി ബാക്കി വന്നിരിക്കുന്നു, അപ്പോൾ 9 നമ്മൾ മാറ്റിക്കളഞ്ഞു, 9 എവിടെ എടുത്തു, ബാക്കി n-ഉം 5ഉം അല്ലേ ഉള്ളത്. അപ്പോൾ എന്ത് കൊടുക്കാം, n-5. നോക്കിയേ, 9 × n 9n, 9 × -5 -45. അപ്പോൾ നമ്മുടെ ആൻസർ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ കറക്റ്റ് അല്ലേ. ഇത് കണ്ടോ, രണ്ടും എന്താ വന്നേക്കുന്നത്, n-5 ആണ്. അപ്പോൾ എപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൊക്കെ ഇത് നല്ലപോലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്നത് ഇവിടെയും വരുന്നത് സെയിം ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. പല പ്രാവശ്യം നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ n-5ഉം n-5ഉം ആണ്. സോ അതിൽ ഒരു n-5നെ നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇനി ബാക്കിയുള്ള എന്താണ്, 2n + 9 ആണ്. സോ 2n + 9ഉം എടുക്കുക. എന്നിട്ടോ = 0. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ എന്താ വെച്ചാൽ ഇതിന് രണ്ടിനും ഈ 0ന് വാല്യൂ കൊടുക്കുക. n-5 = 0യും എടുത്തു. ഇവിടെയോ 2n + 9 = 0യും എടുത്തു. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ n നോക്കിയേ, n = എന്ത് വന്നു, ഈ 0 ഇത് ഇപ്പുറേക്ക് വന്നപ്പോൾ എന്തായി, +5. സോ n = എന്ത് കിട്ടി, നമുക്കിവിടെ 5 കിട്ടി. ഇവിടെയോ 2n = 0, ഈ -9 ഇപ്പുറേക്ക് വരും. കണ്ടോ, +9 ആയപ്പോൾ -9 ആയി. അപ്പോൾ 2n എന്നാണ്. സോ n = എന്ന് വരുമ്പോൾ 2 × n അല്ലേ. ഇവിടെ ഇത് മൈനസ് എന്താ, 9/2 കിട്ടി. ഓക്കെ ആണോ. അപ്പോൾ ഇവിടെ എന്താണ്, നെഗറ്റീവാണ് കേട്ടോ, -9/2 ആണ് ഇവിടെ കിട്ടിയത്. പക്ഷേ നമ്മൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ എന്താണ്, ഒരിക്കലും n ഒരു നെഗറ്റീവ് ഒന്നും ആയി വരാൻ പാടില്ല. ഓക്കെ, പക്ഷെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 2 വാല്യൂസേ കിട്ടിയത്, ഒരെണ്ണം 5ഉം കിട്ടി, ഒരെണ്ണം -9/2 കിട്ടി.
അപ്പോൾ നമുക്കിവിടെ എന്താ ഇതിനൊരു റീസൺ എഴുതേണ്ടത്? സിൻസ് n ഈസ് നോട്ട് നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ സ്വീകരിക്കാൻ പാടുള്ളൂ? ഇത് മാത്രമേ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നമ്മുടെ സൊല്യൂഷൻ സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം കിട്ടേണ്ടത്. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം? ഇനിയെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്കിവിടെ എടുക്കാൻ പറ്റിയത് ഏതാണ്? 5 മാത്രമേ നമുക്കിവിടെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ നോക്കാം നമുക്ക്. കണ്ടോ, ഫൈൻഡ് n ആൻഡ് a എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? a. അപ്പോൾ നമ്മൾ n നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഇനി a കാണുക. a കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയുന്നതാണ്. a + n - 1 × d ആണ് ഫോർമുല. അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് എന്തെഴുതാം? a നമുക്ക് ഉണ്ട് അവിടെ. ഇനി n നമുക്കിപ്പോൾ കിട്ടി. പിന്നെ ഡിഫറൻസ് നമുക്കവിടെ ഉള്ളതാണ് 8 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ a നമുക്കിവിടെ തന്നിട്ടുണ്ട് 2, n ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, a 2 എഴുതി, ഡിഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു 8 ആയിരുന്നു. ഓക്കെ, അപ്പം ഈ വാല്യൂസൊക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിയെന്ന് നോക്കിയേ? 2 + 5 - 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 × 8. ക്ലിയർ? സോ 2 + 4 × 8 എന്ന് പറഞ്ഞാൽ എത്ര വരും നമുക്ക്? 4 8s are 32. 32 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ an = 34 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞത് n കണ്ടുപിടിക്കാൻ പറഞ്ഞു. n കണ്ടുപിടിച്ചു 5 ആണ്. ആൻഡ് an നമ്മൾ കണ്ടുപിടിച്ചു. an എത്രയാണ്? 34. ക്ലിയർ ആയല്ലോ? ഇനി 7th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗിവൻ a = 8, an = 62, sn = 210, ഫൈൻഡ് n ആൻഡ് a. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട്. ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ. നമുക്ക് സം ഓഫ് n ടേംസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 210 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? an = 62 തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് n ഉം d ആണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്തെടുത്ത് എഴുതാം? sn എഴുതാം അല്ലേ. sn = n/2 ഇവിടെ നമുക്ക് ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം? a + l എടുത്താൽ മതി. കാരണം എന്തുകൊണ്ടാണ്? ലാസ്റ്റ് ടേം തന്നെയാണ് ഈ n എന്ന് പറയുന്നത് 62 എന്ന് പറയുക. അപ്പോൾ l എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടേമാണ്. പിന്നെ sn-ൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ എന്തെഴുതാം? 210 = n/2. ഇവിടെ a തന്നിട്ടുണ്ടല്ലോ, 8 ഉണ്ട്. സോ എയുടെ സ്ഥാനത്ത് 8 എഴുതാം. l എന്ന് പറയുന്നത് എന്താണ്? an, അതായത് ലാസ്റ്റ് ടേം തന്നെയാണ് an എന്ന് പറയുന്നത്. സോ 62. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യുക അല്ലേ. അപ്പോൾ 210 × 2. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? n മാത്രമല്ലേ ഉള്ളൂ. =100 n. ഇനിയോ ഇത് രണ്ടും കൂടെ നമുക്ക് 8ഉം 62ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? n × ഇവിടെ 78. കണ്ടോ, എളുപ്പമല്ല ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമല്ലേ? 1 × 2 2 2 2 4. സോ നമുക്ക് പിന്നെ 0 എൻറ്റർ ചെയ്ത് കൊടുക്കുക. സോ 420 = n × 70. ഇനി എന്ത് ചെയ്യണം? ഈ 70നെ പിറകെ ട്രാൻസ്പോസ് ചെയ്ത് കൊടുക്കുക. 70നെ പിറകെ. സോ 420 ഇത് × 70 ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എന്തായി? ഡിവിഷനായി = n വരും. ഇവിടെ നമുക്കിത് രണ്ടും കട്ട് ചെയ്ത് പോകില്ലേ. ഇനിയോ ഈ 7 എത്ര ടൈംസ് പോകും? 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? therefore n = 6 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് n ആൻഡ് d എന്നാണ്. അപ്പോൾ നമ്മൾ n വേഗത്തിൽ കണ്ടെത്തി. കണ്ടോ, ഇത് കിട്ടി. നമുക്ക് എത്ര കിട്ടിയത്? d. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുകൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്? നമുക്ക് ഡിഫറൻസും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇവിടെ a എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിൽ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഡിഫറൻസ് കാണാൻ വേണ്ടി ഇതായി ഫോർമുല എടുക്കാം കേട്ടോ. an = a + n - 1 × d. ക്ലിയർ? ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ an നമുക്ക് എന്താ? ഇവിടെ 62 ഉണ്ട്. ഓക്കെ, സോ 62 എഴുതി. ദെൻ a എന്താണ്? ഇവിടെ 8 ഉണ്ട്. സോ 8 എഴുതി. n നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ 6. സോ ഇവിടെ എന്ത് കൊടുക്കാം? 6 - 1. പിന്നെ ഡിഫറൻസ് എന്താണ്? നമുക്ക് ഡിഫറൻസ് ആണല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്. സോ അതില്ല, അതുകൊണ്ട് നമുക്കവിടെ d കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം? 62. ഈ 8നെ പിറകെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? -8 ആയിട്ട് മാറും. = 6 - 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 × d എന്ത് വരും? 5d. ക്ലിയർ ആയിട്ട്? ഇനി 62 - 8 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 54 ആയിരിക്കും. സോ 54. ഈ 54 = 5d.
കണ്ടോ? ഇനിയോ ഈ 5നെ ഇപ്പുറേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ അതെന്ത് വരും? 5 ഇൻറ്റു ഡി എന്നല്ലേ. സോ 54/5 ആവും. ക്ലിയർ ആയല്ലോ? അതാണ് ഡി. സോ ഡി ഈക്വൽ ടു ഇതൊരു ഫോം തിരിച്ചെഴുതാം. ഡി ഈക്വൽ ടു എന്താണ്? 54/5. കണ്ടോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? എന്നും കണ്ടെത്തി, ഇവിടെ 6 ദെൻ ഡിഫറൻസും കൂടെ കണ്ടെത്തി. ക്ലിയർ ആയല്ലോ?